ഉരുൾപൊട്ടൽ ദുരന്തത്തെക്കുറിച്ച് പഠിക്കാൻ കേന്ദ്ര സംഘം വയനാട്ടിലെത്തി. 17 വകുപ്പുകളെ ഏകോപിപ്പിച്ചുള്ള സംഘമാണ് ജില്ലയിൽ എത്തിയത്. ദുരന്തത്തിലെ നാശനഷ്ടങ്ങളുടെ മാനദണ്ഡങ്ങളിൽ ഇളവ് വരുത്തണമെന്ന് കേന്ദ്ര സംഘത്തോട് ആവശ്യപ്പെട്ടതായി മന്ത്രി എ.കെ. ശശീന്ദ്രൻ പറഞ്ഞു. കളക്ടറേറ്റിലെ പ്രത്യേക യോഗത്തിന് ശേഷം ഈ കേന്ദ്ര സംഘം ഇപ്പോൾ ദുരന്തബാധിത പ്രദേശങ്ങളിലേക്ക് തിരിച്ചിട്ടുണ്ട്. എന്തായാലും ഇവർ നൽകുന്ന റിപ്പോർട്ട് അനുസരിച്ചായിരിക്കും കേന്ദ്ര സഹായം ലഭ്യമാവുക എന്നാണ് മന്ത്രി എ.കെ. ശശീന്ദ്രൻ വ്യക്തമാക്കിയിട്ടുള്ളത്. ഇതിൽ പ്രധാനമായും ഇവരുടെ ജീവൽ പ്രശ്നങ്ങൾ, അതായത് പുനരധിവാസം, ഈ ദുരന്തബാധിതരുടെ ദുരന്തത്തിൽ തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ട ആളുകളുണ്ട്, അവരുടെ പുനരധിവാസവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഒപ്പം തന്നെ ജീവൽ പ്രശ്നങ്ങൾ, ഇത്തരം കാര്യങ്ങൾക്കായിരിക്കും കൂടുതൽ ഇത്തരം കാര്യങ്ങളാണ് കൂടുതൽ പഠനങ്ങൾ നടക്കുക. കാരണം അവർക്ക് അതിനാവശ്യമായ ഫണ്ടുകൾ, എത്ര സഹായം കേന്ദ്രത്തിൽ നിന്ന് എത്ര സഹായം വേണ്ടിവരും, അത് പഴയ അവസ്ഥയിലേക്ക് സാധാരണ നിലയിലേക്ക് അവർ തിരിച്ചു പോകണമെങ്കിൽ അവരെ ഏത് രീതിയിൽ സഹായിക്കാൻ കഴിയും എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് പ്രധാനമായും ചർച്ച ചെയ്തത്. കളക്ടറേറ്റിൽ ജില്ലാ കളക്ടർ ഡി.കെ. മേഘശ്രീ, അതുപോലെ തന്നെ മന്ത്രി എ.കെ. ശശീന്ദ്രൻ, എം.എൽ.എ. കൽപ്പറ്റ എം.എൽ.എ. ടി സിദ്ദിഖ്, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സംഷാദ് മരക്കാർ ഉൾപ്പെടെയുള്ള ആളുകളാണ് പങ്കെടുത്തത്. ഇവർ പ്രധാനമായും ഇവിടെ നിന്നുള്ള ജനപ്രതിനിധികൾ ആവശ്യപ്പെട്ടിരിക്കുന്നത് അവരുടെ അതായത് അവരുടെ ജീവൽ പ്രശ്നങ്ങൾ പരിഹരിക്കുക, ഒപ്പം തന്നെ കൃത്യമായ പുനരധിവാസം, അത് താമസം എന്നതിൻ്റെ അപ്പുറത്തേക്കുള്ളൊരു പുനരധിവാസം, അവരുടെ ജോലി, അതുപോലെ തന്നെ വരുമാനം, മറ്റു കാര്യങ്ങളെല്ലാം തന്നെ ഉറപ്പുവരുത്തുന്ന രീതിയിലുള്ളൊരു പുനരധിവാസം ഉറപ്പുവരുത്താൻ ആവശ്യമായ ഒരു കേന്ദ്ര സഹായം ലഭ്യമാകണമെന്നാണ് ആവശ്യപ്പെട്ടിട്ടുള്ളത്. എല്ലാ കാര്യങ്ങളും നോക്കണമല്ലേ, നമ്മൾ ടൗൺഷിപ്പോ അത് മാത്രമല്ലാതെ നമ്മൾ ലൈവ്ലിഹുഡ് എങ്ങനെയാണ് നമ്മൾ തിരിച്ചു കൊണ്ടുവരുന്നത്. ഇപ്പോൾ അഗ്രികൾച്ചർ ഡിപ്പെൻഡൻ്റ് ആയിട്ടുള്ള കുറേ ആൾക്കാർ അതിലുണ്ട്, ലൈഫ് സ്റ്റോക്ക് റിയറിങ്ങിലുള്ള ആൾക്കാരുണ്ട്, ടൂറിസം മേഖലയിൽ ഡിപ്പെൻഡൻ്റ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്, സ്മോൾ ഇൻഡസ്ട്രീസ് ഉണ്ട്, ബാക്കിയുള്ള കുടുംബശ്രീ അങ്ങനെയുള്ള കാര്യങ്ങളും, ടൈലേഴ്സ് ഉണ്ട്, ഡ്രൈവേഴ്സ് ഉണ്ട്. സോ എല്ലാവരുടെ ജീവിതം ഇതിൽ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. സോ ഡിസാസ്റ്ററിന് ശേഷം അവർ എങ്ങനെയാണ് നമ്മൾ വീണ്ടും ഒരു ഷോർട്ട് ടേം അസിസ്റ്റൻസ് എന്തായിരിക്കണം, മിഡ് ടേം അസിസ്റ്റൻസ് എന്തായിരിക്കണം, ലോങ് ടേം അസിസ്റ്റൻസ് എങ്ങനെ ആയിരിക്കണം, ആ 3 കാര്യങ്ങൾ വെച്ചിട്ടാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്തത്. കാർഷിക ലോണുണ്ട്, ഹൗസ് ലോണുണ്ട്, ഇൻഡസ്ട്രി ലോണുണ്ട്, സ്മോൾ ഇൻഡസ്ട്രി ലോണുണ്ട്, എഡ്യൂക്കേഷണൽ ലോണുണ്ട്. ഈ തരം കാര്യങ്ങൾ എങ്ങനെ പരിഹരിക്കാൻ കഴിയും? ഒന്നുകിൽ എഴുതി തള്ളുക, ഇതിലേതെങ്കിലും ഏതാണോ പ്രായോഗികം അതെടുക്കുക. പിന്നെ ഞങ്ങൾ ആവശ്യപ്പെട്ടത്, ഈ നഷ്ടപരിഹാര തുക നിശ്ചയിക്കുന്ന ഒരു മാനദണ്ഡമുണ്ട്. ആ മാനദണ്ഡം വളരെ പഴയ മാനദണ്ഡമാണ്. ആ പഴയ മാനദണ്ഡത്തെ അടിസ്ഥാനമാക്കി നഷ്ടപരിഹാരം തിട്ടപ്പെടുത്താൻ പോയാൽ അതിവിടെ ഒന്നിനും തികയില്ല. അതുകൊണ്ട് ഞങ്ങൾ ആവശ്യപ്പെട്ടതല്ല, നിർദ്ദേശിച്ചത്, ഈ മാനദണ്ഡങ്ങളിൽ പിടിച്ചു നിൽക്കാതെ യഥാർത്ഥത്തിൽ എത്ര നഷ്ടമുണ്ടായോ ആ നഷ്ടം കണക്കാക്കുന്ന ഒരു മെക്കാനിസത്തിലേക്ക് പോകണമെന്ന് അവരോട് അഭ്യർത്ഥിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ നമുക്ക് ഈ ദുരന്തത്തിൽ ഉണ്ടായിരിക്കുന്ന നഷ്ടത്തിൻ്റെ മാനദണ്ഡത്തിൽ ഇളവ് വരുത്തണമെന്നും ആവശ്യപ്പെട്ടിട്ടുണ്ട്. സാധാരണ കേന്ദ്രത്തിൻ്റെ ഈ മാനദണ്ഡം പലപ്പോഴും ഇത്തരം സംഭവങ്ങളിലെല്ലാം തന്നെ മതിയായ നഷ്ടപരിഹാരം ലഭിക്കാത്തൊരവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോയിട്ടുണ്ട്. അക്കാര്യം ഇവിടെ നിന്നുള്ള ജനപ്രതിനിധികൾ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. എന്തായാലും അതുകൊണ്ട് തന്നെ അതിൽ ഏതെങ്കിലും മാറ്റങ്ങൾ, അത് ഈ മാനദണ്ഡത്തിൽ ഇളവ് ഉണ്ടാവണം എന്നുള്ളതാണ് പ്രധാനമായും ഇവിടെ നിന്ന് ആവശ്യപ്പെട്ടിട്ടുള്ളത്. എന്തായാലും സംഘം ഇന്ന് ഈ പ്രദേശങ്ങൾ, പ്രധാനമായും ചൂരൽമല, അതുപോലെ തന്നെ മുണ്ടക്കൈ പ്രദേശങ്ങൾ ഇവിടെ സന്ദർശിക്കും. ഒപ്പം തന്നെ ആളുകൾക്ക് എത്രത്തോളം ആളുകളെ ബാധിച്ചിട്ടുണ്ട്, ആ ആളുകൾ പഴയ അവസ്ഥയിലേക്ക് തിരിച്ചു വരണമെങ്കിൽ ഏതെങ്കിലും രീതിയിലുള്ള സഹായങ്ങൾ ലഭ്യമാക്കേണ്ടതുണ്ട് എന്നുള്ള ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ്. 17 വകുപ്പ് ഉദ്യോഗസ്ഥരുണ്ട്. അതിൽ കേന്ദ്ര സംഘത്തിൽ 17 വകുപ്പുകളിൽ നിന്നുള്ള ഉദ്യോഗസ്ഥരുടെ ഒരു സംഘമാണുള്ളത്. ഒപ്പം തന്നെ സംസ്ഥാനത്തുള്ള ദുരന്ത നിവാരണ വിഭാഗത്തിൻ്റെ, അല്ലെങ്കിൽ ഈ ജില്ലയിൽ രൂപീകരിച്ചിരിക്കുന്ന പ്രത്യേക ദുരന്ത നിവാരണ സംഘമുണ്ട്. അതിൽ നിന്നുള്ള പ്രതിനിധികൾ ഉൾപ്പെടെ ഈ സംഘത്തിലുണ്ട്. എന്തായാലും അതിനുശേഷം ഇന്ന് ഈ സ്ഥലം സന്ദർശിച്ചതിന് ശേഷം വൈകുന്നേരം വീണ്ടും കളക്ടറേറ്റിൽ പ്രത്യേക യോഗം ചേരും. അതിനുശേഷം കേന്ദ്ര സംഘത്തിൽ നിന്നുള്ള പ്രതിനിധികൾ മാധ്യമങ്ങളെ കാണും എന്നുള്ളതാണ് നമുക്കിപ്പോൾ ലഭ്യമാകുന്ന വിവരം. എസ് വിനേഷ് കുമാറിന്റെ റിപ്പോർട്ടാണ് കണ്ടത്.